ആശാ ഭോസ്ലെ ഇനി നമ്മോടൊപ്പമില്ല. ഹൃദയാഘാതത്തെ തുടർന്ന് മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് അന്ത്യം. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്ന ഗായികയ്ക്ക് ഇന്നലെ വൈകിട്ടോടെയാണ് ഹൃദയാഘാതം ഉണ്ടായത്. എണ്ണമറ്റ ഹിറ്റ് ഗാനങ്ങളിലൂടെ സംഗീതപ്രേമികളുടെ ഇഷ്ടഗായികയായി മാറിയ വ്യക്തിത്വമാണ് ആശാ ഭോസ്ലെയുടേത്. ലതാ മങ്കേഷ്കറുടെ സഹോദരിയാണ്. മറാത്ത നാടകവേദിയിലെ ഗായകനായിരുന്ന ദീനനാഥ് മങ്കേഷ്കറുടെ മകളായി 1933 ഇൻഡോറിൽ ഒരു കൊങ്കണി കുടുംബത്തിലാണ് ആശ ജനിച്ചത്. അമ്മ ശുദ്ധമാതി, ലതാ മങ്കേഷ്കർ, ഹൃദ്യനാഥ് മങ്കേഷ്കർ, ഉഷ മങ്കേഷ്കർ, മീന മങ്കേഷ്കർ എന്നിവരാണ് സഹോദരങ്ങൾ. കുടുംബത്തിൽ എതിർപ്പുകളെ അവഗണിച്ച് 16 വയസ്സിൽ 31 വയസ്സുള്ള ഗൺപത് റാവു ഭോസ്ലെയെ വിവാഹം കഴിച്ചു. വർഷങ്ങൾക്ക് ശേഷം ആ ബന്ധം വേർപിരിഞ്ഞു. 1980 പ്രശസ്ത സംഗീത സംവിധായകൻ RD ബർമനെ വിവാഹം കഴിച്ചു. മാഞ്ചാ ബാൽ എന്ന ചലച്ചിത്രത്തിൽ ചലാ ചലാ നൗബാല എന്ന ഗാനം പാടി ചലച്ചിത്ര മേഖലയിൽ തുടക്കം കുറിച്ചു. ഇന്ത്യൻ ചലച്ചിത്ര മേഖലയ്ക്ക് നൽകിയ സംഭാവനകളെ മാനിച്ച് ഇവർക്ക് 2000 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചു. വിടവാങ്ങിയെങ്കിലും 2 ഡസൻ ഭാഷകളിലായി 12,000 പാട്ടുകൾ. അവയിൽ ചലച്ചിത്ര ഗാനങ്ങൾ, പോപ്പ്, ഗസൽ, ഭജൻ ഇവയെല്ലാം കലയുടെ പൊൻതൂവലുകളായി ആശാ ഭോസ്ലെയുടെ ജീവിതത്തിൽ കാലാതിശായിയായി പ്രശോഭിച്ചു നിൽക്കും. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്, പത്മവിഭൂഷൺ പുരസ്കാരം, ഏറ്റവും അധികം പാട്ടുകൾ റെക്കോർഡ് ചെയ്തതിനുള്ള ഗിന്നസ് ലോക റെക്കോർഡ് എന്നീ അസംഖ്യം അംഗീകാരങ്ങൾ. പല പ്രമുഖരും ആശയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. കാലാതീതമായ തിളക്കമുള്ള ശബ്ദം, തലമുറകൾക്ക് പ്രചോദനം എന്നാണ് ആശാ ഭോസ്ലെയെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി പറഞ്ഞത്. തലമുറകൾക്ക് പ്രചോദനമായ വ്യക്തിത്വം എന്നാണ് ആശാ ഭോസ്ലെയെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. അവരുടെ നിര്യാണത്തിൽ അതിയായ ദുഃഖവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രേഖപ്പെടുത്തി. നാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.